കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കേസാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം മുഖ്യപ്രതികളായ 6 പേർക്ക് കോടതി 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് സമൂഹത്തിലേറെയും. ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തെന്ന ആരോപണ വിധേയനായ നടൻ ദിലീപിനെയും മറ്റ് 3 പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കിയതാണ് ഇതിന് പ്രധാന കാരണം. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ് പ്രധാനമെന്നത് വിസ്മരിക്കാനാവില്ല. എന്നാൽ താൻ നേരിട്ട ദുരനുഭവങ്ങൾ അതിജീവിത തന്നെ വെളിപ്പെടുത്തുമ്പോൾ, തനിക്ക് നീതി കിട്ടിയില്ലെന്ന് വിലപിക്കുമ്പോൾ നീതിദേവതയ്ക്ക് എങ്ങനെയാണ് കണ്ണടച്ചിരിക്കാനാവുക? കോടതി വിധിക്ക് ശേഷം ആദ്യമായി അതിജീവിത പ്രതികരിച്ചിരിക്കുന്നു. ആ വാർത്തയാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. താൻ നേരിട്ട കൊടിയ വേദനകളൊക്കെ വെറും നുണക്കഥയാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും പരിഹസിച്ചവർക്കായി വിചാരണ കോടതി വിധി സമർപ്പിച്ച് അതിജീവിത. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ സമൂഹമാധ്യമത്തിലൂടെയാണ് അതിജീവിതയുടെ ആദ്യ പ്രതികരണം. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ നടന്നിരുന്നതായി തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. നിയമത്തിനു മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവ് നൽകിയതിന് നന്ദിയെന്നും കുറിപ്പിലുണ്ട്. കേസിന്റെ നാൾവഴികളിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിൽ ദീർഘമായ കുറിപ്പ് അതിജീവിത പങ്കുവച്ചത്. എട്ട് വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകാമെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ തുടങ്ങുന്നു അതിജീവിതയുടെ കുറിപ്പ്. നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന ഈ നിമിഷം തിരിച്ചറിയുന്നുവെന്നും അതിജീവിത കൂട്ടിച്ചേർത്തു. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി തൻ്റെ ഡ്രൈവറോ ജീവനക്കാരനോ അല്ലായിരുന്നുവെന്നും അതിജീവിത വ്യക്തമാക്കി. ഇത്തരം പ്രചാരണങ്ങൾ ശുദ്ധ നുണയാണെന്നും 2016 താൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു സുനിയെന്നും കുറിപ്പിൽ പറയുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ തനിക്കതിൽ അത്ഭുതമില്ല എന്നും അതിജീവിത വ്യക്തമാക്കി. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ ജഡ്ജിയിൽ നിന്ന് ഈ കേസ് മാറ്റണമെന്നുള്ള തൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നുവെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങളും അതിജീവിത എടുത്തു പറയുന്നു. കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യമെത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണെന്നും കുറിപ്പിലുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് താൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകിയത്. ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന് താൻ ഹർജി നൽകിയപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യവുമായി കക്ഷി ചേർന്നു. ഇത് തൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും തനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന തൻ്റെ ആവശ്യവും നിഷേധിക്കപ്പെട്ടതായി അതിജീവിത വ്യക്തമാക്കി. കഴിഞ്ഞ 8 വർഷം തന്നെ ചേർത്ത് നിർത്തിയവരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതിജീവിതയുടെ പോസ്റ്റ്. പണം വാങ്ങി
അധിക്ഷേപകരമായ കമന്റുകളും നുണക്കഥകളും ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്നവരോട് അത് തുടർന്നോളൂ എന്നും അതിജീവിത പറയുന്നുണ്ട്. അതിജീവിതയുടെ കുറിപ്പിന് പിന്നാലെ നടി മഞ്ജു വാര്യരും സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടു. കോടതിയോട് ആദരവുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായെന്ന് പറയാനാവില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെങ്കിലും അത് ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ടെന്നത് ഭയപ്പെടുത്തുന്നുവെന്നും പോസ്റ്റിലുണ്ട്. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും പിഴയും ആണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. നടൻ ദിലീപ് അടക്കം 4 പേരെ കുറ്റവിമുക്തരാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. സംഭവത്തിൽ അയൽവാസി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. പറപ്പുക്കര സ്വദേശി അഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ രോഹിത്, വിപിൻ, ഗിരീഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. തൃശൂർ പറപ്പൂക്കര സ്വദേശികളായ രോഹിത്, പോപ്പി എന്നറിയപ്പെടുന്ന വിപിൻ, ഗിരീഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കൊലപാതകം. രോഹിത്തിന്റെ സഹോദരിയോട് അയൽവാസിയായ അഖിൽ സംസാരിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിലും ശല്യം ചെയ്തതിലുമുള്ള വൈരാഗ്യത്തിൽ രോഹിത് സുഹൃത്തുക്കളെ കൂട്ടിയെത്തി അഖിലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് അഖിലിന് കുത്തേറ്റത്. അഖിലിന്റെ വീടിന് മുന്നിലെ റോഡിൽ വെച്ചാണ് സംഭവം. ഗുരുതരമായി പരുക്കേറ്റ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട സംഘത്തെ പുതുക്കാട് പോലീസ് പുലർച്ചെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളായ രോഹിത്തും വിപിനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. രോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച കേസിൽ പ്രതിയാണ്. വിപിൻ ഇതേ സ്റ്റേഷൻ പരിധിയിൽ വധശ്രമക്കേസിലും ലഹരി ഉപയോഗിച്ച പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസുൾപ്പെടെ മറ്റ് 4 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയെ ഭർത്താവ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന സംഭവം എന്ന് ഞെട്ടലോടെ ഓർക്കാനാകും. ഇതിന് സമാനമായ ഒരു സംഭവമാണ് മുംബൈയിൽ നടന്നത്. ഭാര്യയെ വിഷപ്പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ 3 വർഷത്തിന് ശേഷം ഭർത്താവ് അറസ്റ്റിലായി. മുംബൈ ബദലാപൂർ ഈസ്റ്റ് സ്വദേശി രൂപേഷാണ് അറസ്റ്റിലായത്. ഇയാളുടെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജൂലൈ 10 രൂപേഷിന്റെ ഭാര്യ നീരജ രൂപേഷ് മരിച്ചത്. അപകട മരണമാണെന്ന് ആദ്യം കരുതിയെങ്കിലും ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് പോലീസ് വിശദമായി കേസ് അന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. നീരജയെ രൂപേഷ് വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇതോടെ ഭർത്താവ് രൂപേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ സഹായിച്ച സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരും വീട്ടിൽ സ്ഥിരം വഴക്കടിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ ഋതികേഷ് രമേശ് ചൽക്കെ, കുനൽ വിശ്വനാഥ് ചൌധരി എന്നിവരുമായി ചേർന്നാണ് നീരജയെ ഒഴിവാക്കാൻ പദ്ധതി രൂപേഷ് തയ്യാറാക്കിയത്. പാമ്പുകളെ രക്ഷപ്പെടുത്തുന്ന ചേതൻ വിജയ് ദുധാനിൽ നിന്നാണ് വിഷപ്പാമ്പിനെ സംഘടിപ്പിച്ചത്.
പിന്നീട് ഇതിനെ ഉപയോഗിച്ച് നീരജയെ കടുപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. 2020 മെയ് 7 കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയെ ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. ഇതിന് 2 വർഷത്തിനു ശേഷമാണ് മുംബൈയിലെ കൊലപാതകം. ഉത്ര കൊലക്കേസ് സംബന്ധിച്ച വാർത്തകൾ രാജ്യവ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതറിഞ്ഞാണോ രൂപേഷും സുഹൃത്തുക്കളും സമാന മാർഗമായ കൊലപാതക മാർഗം തെരഞ്ഞെടുത്തതെന്നും മുംബൈ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 മുംബൈ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ 2 പേർ ചേർന്ന് നടത്തിയ വെടിവയ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു. 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം 2:17 ലോകത്തെ നടുക്കിയ ആക്രമണം. യൂതാഘോഷമായ ഹനൂക്ക ആരംഭിച്ച് ആദ്യ ദിവസമാണ് വെടിവയ്പ്. അക്രമികളുടെ ഒരാൾ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെയാൾ സാരമായ പരിക്കുകളോടെ പിടിയിലായി. വെടിയുതിർക്കുന്ന അക്രമികളുടെ ഒരാളെ നിരായുധനായി എത്തി കീഴ്പ്പെടുത്തിയാളുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സിഡ്നിയിലെ പ്രധാന വിനോദ കേന്ദ്രമാണ് പ്രശസ്തമായ ബോണ്ടി ബീച്ച്. ഹനൂക്ക ഫെസ്റ്റിവലിന്റെ തുടക്കമായതിനാൽ ബോണ്ടി ബീച്ചിൽ 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്നിരുന്നു. ഇവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. ഓസ്ട്രേലിയൻ സമയം വൈകിട്ട് 6:30 ആദ്യം വെടിവെപ്പുണ്ടായത്. കുട്ടികളെയും വയോധികരെയും പോലും വെടിവെച്ചതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നടന്നത് ഭീകരാക്രമണമാണെന്നാണ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്നത്. വെടിയുതിർക്കുന്ന അക്രമികളിൽ ഒരാളെ നിരായുധനായി എത്തി കീഴ്പ്പെടുത്തിയയാളുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കറുത്ത ഷർട്ടും വെള്ള പാന്റും ധരിച്ച് ഭീകരരിൽ ഒരാൾ ബീച്ചിൽ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സമീപത്തുള്ള കാറുകളുടെ മറവിൽ നിന്നയാളാണ് ധീരമായി ഇടപെട്ടത്. അക്രമിയെ ചുറ്റിപ്പിടിച്ച് കീഴ്പ്പെടുത്തി തോക്ക് പിടിച്ചു മാറ്റിയപ്പോഴേക്കും സഹായത്തിനായി മറ്റു ചിലരും ഓടിയെത്തുന്നുണ്ട്. യഥാർത്ഥ ഹീറോ എന്നാണ് ഭീകരനെ കീഴ്പ്പെടുത്തിയയാളെ ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ്റ്റഫർ മിൻസ് വിശേഷിപ്പിച്ചത്. പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ അക്രമികളിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടാമത്തെയാൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂതരുടെ നേർക്കുള്ള ആക്രമണമാണെന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് മുമ്പിൽ മൊഴി നൽകി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടിയുടെ മൂല്യം അതിനുണ്ടെന്നും മുമ്പ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാരെന്നുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് മൊഴിയെടുപ്പിന് ശേഷം ചെന്നിത്തല പ്രതികരിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിയാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. കുറച്ചു ദിവസങ്ങളായി രമേശ് ചെന്നിത്തല മൊഴി നൽകാൻ എത്തുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നെങ്കിലും പല അസൗകര്യങ്ങൾ മൂലം നീണ്ടുപോവുകയായിരുന്നു. 2 തവണ മൊഴിയെടുക്കാനെത്തുമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 500 കോടി രൂപയുടെ തട്ടിപ്പാണ് ചെന്നിത്തല ആരോപിച്ചത്. തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് SIT കണ്ടുപിടിക്കട്ടെ. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണ്. അത് ആരാണെന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ 161 അനുസരിച്ച് SITയുടെ മുമ്പിൽ പറയുകയുണ്ടായി. അവരതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്.
ഇന്ത്യക്ക് പുറത്തുള്ള വ്യവസായിയാണ് വിവരങ്ങൾ നൽകിയതെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയാണ്. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും സ്ഥാപനങ്ങൾക്കും ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ട്. പുരാവസ്തുവായ അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിവരങ്ങൾ നേരത്തെ കത്ത് മുഖേന SITയെ അറിയിച്ചിരുന്നു. വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇത് സത്യമാണോ അസത്യമാണോ എന്നത് അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായിയെയും അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക ആക്രമണം. പാനൂർ പാറാട് UDF LDF പ്രവർത്തകർ നടുറോഡിൽ ഏറ്റുമുട്ടി. പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന INTUC സംസ്ഥാന കമ്മിറ്റി അംഗം PK സുരേഷിന്റെ കാനായിലെ വീടിന് നേരെ ബോംബേറുണ്ടായി. രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്തു. കണ്ണൂക്കരയിൽ BJP പ്രവർത്തകന്റെ ഓട്ടോറിക്ഷയും തകർത്തിട്ടുണ്ട്. പലയിടങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് പാറാട് UDF LDF പ്രവർത്തകർ നടുറോഡിൽ ഏറ്റുമുട്ടിയത്. സമീപത്തെ ആളുകൾ പേടിച്ച് വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി ഗേറ്റ് അടയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. CPM പ്രവർത്തകർ വടിവാളെടുത്ത് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇരുകൂട്ടരും നടത്തിയ കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എറിയടാ, പൊട്ടിക്കടാ, ഇത് ബോംബാട്ടോ തുടങ്ങിയ ആക്രോശങ്ങളോടെ അക്രമി സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെയും സ്ഫോടക വസ്തുക്കൾ എറിയുന്നതിന്റെയും ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. പാനൂർ നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ UDF ജയത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. LDF ഭരണമുണ്ടായിരുന്ന ഇവിടെ ഇത്തവണ UDF ആണ് ജയിച്ചത്. പാനൂർ നഗരസഭ UDF നിലനിർത്തുകയും ചെയ്തു. UDF പ്രവർത്തകർ പാറാട് ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെയായിരുന്നു ആദ്യ ആക്രമണം. പിന്നീട് പാനൂർ നഗരസഭയിലേക്ക് ജയിച്ച UDFിലെ ശൈലജ മടപ്പുരയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെ CPM സീറ്റ് 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശൈലജ പിടിച്ചെടുത്തത്. സംഭവങ്ങളിൽ ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂക്കരയിൽ BJP പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ CPMകാർ തകർത്തു. BJP പ്രവർത്തകൻ റോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. ആഹ്ലാദ പ്രകടനത്തിനിടെ വാഹനത്തിന് അടുത്തുവെച്ച് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞപ്പോൾ റോഷിയെ CPMകാർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കണ്ണൂർ രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്ത സംഭവവുമുണ്ടായി. മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമയ്ക്ക് നേരെയാണ് രാത്രി അക്രമം നടന്നത്. ന്യൂസ് 18 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ നടന്നു. നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടയിൽ LDF പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും കല്ലേറുമുണ്ടായി. കൊല്ലം ഇട്ടിവയിലും ആഹ്ലാദ പ്രകടനത്തിനിടെ കയ്യാങ്കളി നടന്നു. കണ്ണൂരിന് പുറമെ തൃശൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ കല്ലേറിൽ കുട്ടി ഉൾപ്പെടെ 15ഓളം പേർക്ക് പരിക്കേറ്റു. കുന്നത്തുകാൽ മൂവേരിക്കരയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. BJPയുടെ വിജയാഘോഷ വാഹനം കടന്നുപോകുന്നതിനിടയിൽ LDF പ്രവർത്തകരുമായി ഉണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലും തുടർന്ന് കല്ലേറിലും കലാശിക്കുകയായിരുന്നു. മാരായമുട്ടം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. പരിക്കേറ്റവർ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പാറശാല താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ഇരുവിഭാഗത്തിലുള്ളവർക്കുമെതിരെ മാരായമുട്ടം പോലീസ് കേസെടുത്തു. കൊല്ലം ഇട്ടിവയിൽ നെടുപുറം വാർഡിൽ വിജയിച്ച അഖിൽ ശശിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു കയ്യാങ്കളി. തോറ്റ സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപത്തുകൂടി കടന്നുപോയ പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം.
പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥി B ബൈജുവും സംഘവും വാഹനം തടഞ്ഞ് ആക്രമിച്ചെന്നാണ് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി അഖിൽ ശശിയുടെ പരാതി. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ബൈജു ഓടിയെത്തുന്ന ദൃശ്യം സഹിതം അഖിൽ ശശി കടക്കൽ പോലീസിൽ പരാതി നൽകി. ബൈജുവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തൃശൂർ വടക്കേക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. വടക്കേക്കാട് 9-ാം വാർഡ് സ്ഥാനാർത്ഥി മിഖായിൽ ബാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബാബു വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് ചെറുവത്തൂർ ഓരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ CPM ആക്രമണം നടത്തിയതായും പരാതി ഉയർന്നു. പ്രവർത്തകർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ചെങ്കൊടി വീശുകയും ഓഫീസ് സിറ്റൌട്ടിൽ ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം വളാഞ്ചേരി വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണശ്രമത്തിനിടെ പ്രതി പിടിയിൽ. എടപ്പാൾ കാലടി സ്വദേശി വിഷ്ണുവാണ് ക്ഷേത്ര ജീവനക്കാരൻ്റെയും നാട്ടുകാരുടെയും വലയിലായത്. വളാഞ്ചേരി പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. മോഷണശ്രമത്തിനിടെയാണ് എടപ്പാൾ കാലടി സ്വദേശി വിഷ്ണു ക്ഷേത്രം ജീവനക്കാരന്റെയും നാട്ടുകാരുടെയും വലയിലായത്. വളാഞ്ചേരി വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 9 മണിയോടെയാണ് മോഷണശ്രമമുണ്ടായത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നാഗത്തറയിലെയും അയ്യപ്പൻ പ്രതിഷ്ഠയുടെ മുന്നിലും സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരങ്ങൾ തകർക്കാൻ ഇയാൾ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ ശബ്ദം കെട്ടെത്തിയ ക്ഷേത്രം ജീവനക്കാരൻ നാട്ടുകാരെ വിളിച്ചറിയിക്കുകയും മോഷ്ടാവിനെ തടഞ്ഞുവെക്കുകയുമായിരുന്നു. തുടർന്ന് വളാഞ്ചേരി പോലീസ് എത്തി മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ നേരത്തെ മോഷണ കേസുകളിൽ പ്രതിയാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരൂർ. പാലക്കാട് തിരുമിറ്റക്കോട് വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പ്രതികൾ കൂടി പിടി. കീഴടങ്ങാൻ കോടതിയിലെത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പട്ടാമ്പി കോടതിയിൽ അഭിഭാഷകനൊപ്പമെത്തിയ 3 പ്രതികളെയാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡും ചാലിശ്ശേരി പോലീസും ചേർന്ന് പിടികൂടിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. തിരുമിറ്റക്കോട് ദുബായ് റോഡ് കൊഴുക്കാട്ടിരി പാലത്തിന് സമീപം വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് 3 പ്രതികൾ കൂടി പിടിയിലായത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 4 ആയി. പട്ടാമ്പി കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് മജിസ്ട്രേറ്റ് ഹാളിന് മുൻപിൽ നിന്ന് പ്രതികളെ പോലീസ് ബലമായി പിടികൂടിയത്. പനമണ്ണ ആറുപുഴ ഷാഹിൻ, അനങ്ങനടി ഓവിങ്കൽ നജീബുദ്ദീൻ, പനമണ്ണ ഇയമ്മടക്കൽ ഫൈസൽ ബാബു എന്നിവരാണ് കസ്റ്റഡിയിലായത്. ഒറ്റപ്പാലത്ത് അഭിഭാഷകൻ മുഖേന കീഴടങ്ങാൻ അപേക്ഷയുമായി എത്തിയതായിരുന്നു മൂവരും. കോടതിയിലെത്തിയ വിവരം അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. ചാലിശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. വിഷയം മജിസ്ട്രേറ്റിനെ ധരിപ്പിച്ച ശേഷമാണ് 3 പേരെയും കോടതി വളപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. 3 പേരെയും FIR-ൽ പ്രതി ചേർക്കാൻ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. സ്ത്രീയുടെ മാനത്തിന് ജീവനേക്കാൾ വിലകൽപ്പിക്കുന്ന പുരുഷാധിപത്യ സമൂഹത്തിൽ ബലാത്സംഗമാണ് സ്ത്രീകളെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും മികച്ച ആയുധമായി നരാധമന്മാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരിക സുഖം ലക്ഷ്യമിട്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളാൽ സ്ത്രീകളെ പീഡനത്തിനിരയാക്കുന്നുണ്ട്. അതിജീവിതമാരുടെ എണ്ണം കൂടുമ്പോൾ തന്നെ നിയമത്തിനു മുമ്പിൽ അവർ നിസ്സഹരായി നിൽക്കുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം കൂടിയാണിത്. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും 3 പേരെ കൊല്ലുകയും ചെയ്ത കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിക്ക് ഒരു കൂട്ടം സ്ത്രീകൾ കൊടുത്ത ശിക്ഷ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നു. നാഗ്പൂർ സ്വദേശിയായ ഭരത് കാളിചരൺ യാദവ് എന്ന അഖു യാദവിനെ കോടതി മുറിക്കുള്ളിലിട്ട് വകവരുത്തിയ സംഭവമാണ്. അതിന്റെ വിശദമായ റിപ്പോർട്ട് കാണാം.
നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. എന്നാൽ സഹികെട്ടാൽ ചിലപ്പോൾ അതുണ്ടാകും. അതാണ് അക്കു യാദവിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഷോലെ സിനിമയിലെ ഗബ്ബർ സിംഗിനെ വെല്ലുന്ന രീതിയിൽ നാഗപ്പൂർ കസ്തൂർബ നഗറിലെ തെരുവുകളെ വിറപ്പിച്ച അക്കു യാദവിന്റെ ജീവിതം ഇത്തരം ക്രിമിനൽ ചിന്താഗതിയുള്ളവർക്ക് ഒരു പാഠമാണ്. ആയിരത്തി 1990കളിലാണ് കസ്തൂർബ നഗറിൽ ഭീതി വിതയ്ക്കുന്ന ഗുണ്ടാത്തലവനായി അക്കു യാദവ് മാറിയത്. ഏതാണ്ട് 10 വർഷത്തിലധികം കാലം അയാൾ അവരെ അടക്കി ഭരിച്ചു. തനിക്ക് തോന്നുന്ന സ്ത്രീകളെയെല്ലാം ബലാത്സംഗത്തിനിരയാക്കി. പണവും സാധനങ്ങളുമൊക്കെ പിടിച്ചു പറിച്ചു. സ്വന്തം ഗുണ്ടാസംഘമുണ്ടാക്കി നാട്ടിൽ വിലസിയ അക്കുവിനെ പോലീസ് തൊട്ടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവരയാൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്തു. പാവപ്പെട്ട ഗ്രാമീണർ അക്കുവിനെ കൊണ്ട് പൊറുതിമുട്ടി. പലരും പേടിച്ചു നാടുവിട്ടു. അരും കൊലകളും അതിക്രൂരമായ ബലാത്സംഗങ്ങളും കവർച്ചകളുമൊക്കെയായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കുറ്റവാളിയായി അക്കു യാദവ് അതിവേഗം വളർന്നു. കച്ചവടക്കാരെല്ലാം അക്കുവിന് ചുങ്കം കൊടുക്കണം. അത് മുടക്കിയാൽ മൃഗീയമായി മർദ്ദിക്കും. ആരെങ്കിലും പോലീസിൽ പരാതി കൊടുത്താൽ അത് പിൻവലിക്കാതെ അവർക്ക് സ്വൈര്യമായി ജീവിക്കാനാകില്ല. ആളുകൾ പരസ്പരം ഇടപഴകാൻ പോലും അയാൾ അനുവദിച്ചിരുന്നില്ല. നാട്ടിൽ ഭയം വിതച്ച് അക്കു പ്രദേശവാസികളെ മുഴുവൻ അടിമകളെ പോലെയാക്കി. തനിക്കിഷ്ടമുള്ളതൊക്കെ തട്ടിയെടുത്തു. സ്വർണ്ണക്കമ്മൽ കവരാൻ ചെവിയർക്കുകയും മോതിരമെടുക്കാൻ വിരൽ മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന കൊടും ക്രൂരതയായിരുന്നു അക്കുവിൻ്റേത്. ആഗ്രഹം തോന്നുന്ന സ്ത്രീകളെ പ്രായഭേദമന്യേ അയാൾ ഇരയാക്കി. 10 വയസ്സുള്ള പെൺകുട്ടി വരെ അക്കുവിൻ്റെ കാമവർക്ക് ഇരയായിട്ടുണ്ട്. വീടുകളിൽ അതിക്രമിച്ചു കയറി പുരുഷന്മാരെ ആക്രമിച്ച ശേഷം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അക്കുവും കൂട്ടാളികളും ചേർന്ന് ബലാത്സംഗം ചെയ്ത സംഭവങ്ങൾ അയാളുടെ കുപ്രസിദ്ധി വർദ്ധിപ്പിച്ചു. വിവാഹ പിറ്റേന്ന് പോലും അക്കുവിനിരയായ പെൺകുട്ടികളുണ്ട്. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയും മുമ്പ് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ അവരിൽ ചിലരെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങി. അവിടെ തുടങ്ങുന്നു അക്കു യാദവിന്റെ പതനത്തിന്റെ കഥ. ഉഷ നാരായൺ എന്ന സ്ത്രീയുടെ ധൈര്യമാണ് അക്കുവിനെതിരെ സംഘടിക്കാൻ ആളുകൾക്ക് പ്രചോദനമായത്. തനിക്കെതിരെ പരാതി കൊടുത്ത ഉഷയെ പാഠം പഠിപ്പിക്കാനായി അക്കുവും സംഘവും വീട്ടിലെത്തിയെങ്കിലും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് അവർ ധൈര്യപൂർവ്വം പ്രതികരിച്ചു. ഗത്യന്തരമില്ലാതെ ഗുണ്ടാസംഘം മടങ്ങി. ഇതറിഞ്ഞതോടെ 2004 ഓഗസ്റ്റ് 6 അക്കുവിനെതിരെ ജനം തെരുവുകളിൽ തടിച്ചുകൂടി. കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് അക്കുവിന്റെ കൂട്ടാളികളെ ആക്രമിച്ചു. അക്കു യാദവിന്റെ താമസ സ്ഥലത്തേക്കും അവർ പാഞ്ഞു കയറിയതോടെ അയാൾ പോലീസിന് മുമ്പിൽ അഭയം തേടി. പോലീസ് അക്കുവിനെ കസ്റ്റഡിയിലെടുത്തു. അടുത്ത ദിവസം അക്കുവിനെ നാഗപ്പൂർ ജില്ലാ കോടതിയിൽ ഹാജരാക്കി. 500-ലധികം പേർ അന്ന് കോടതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയിരുന്നു. അക്കുവിന് രഹസ്യമായി ആയുധം നൽകാനെത്തിയ വിശ്വസ്തനെ ആളുകൾ ബഹളം കൂട്ടിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന് താൻ പകരം ചോദിക്കുമെന്ന് അലറിക്കൊണ്ടാണ് അക്കു യാദവ് അന്ന് പോലീസിനൊപ്പം മടങ്ങിയത്. 6 ദിവസം കഴിഞ്ഞാണ് അയാളെ വീണ്ടും കോടതിയിലെത്തിച്ചത്. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അയാൾ പുറത്തു കടക്കുമെന്ന് ആശങ്കപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകൾ അന്ന് കോടതി മുറിയിലേക്ക് ഇരച്ചെത്തി. അവരെ പരിഹസിക്കുകയാണ് അക്കു ചെയ്തത്. താൻ ബലാത്സംഗം ചെയ്ത ഒരു പെൺകുട്ടിയെ അയാൾ വേശ്യയെന്ന് വിളിച്ചു. രോഷമണപൊട്ടിയ ആ പെൺകുട്ടി ചെരുപ്പ് കയ്യിലെടുത്തുകൊണ്ട് അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഇത് കണ്ടുനിന്ന മറ്റു സ്ത്രീകളും അക്കുവിന് നേരെ തിരിഞ്ഞു. അവർ അയാളുടെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞു. അടിയും ചവിട്ടുമേറ്റ് അയാൾ നിലത്തു വീണു. അക്കുവിന്റെ പീഡനത്തിനിരയായ ഒരു സ്ത്രീ കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി കൊണ്ട് അയാളുടെ ജനനേന്ദ്രിയം അറുത്തുമാറ്റി. 70ഓളം കുത്തുകളും വെട്ടുകളുമേറ്റ് നാഗപ്പൂർ ജില്ലാ കോടതി മുറിയിലെ മാർബിൾ തറയിൽ അക്കു യാദവിന്റെ രക്തം പരന്നൊഴുകി. വർഷങ്ങളോളം തങ്ങൾ നേരിട്ട ക്രൂരതകൾക്ക്, അപമാനത്തിന് അന്ന് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ 200 സ്ത്രീകളോളം ആ കോടതിയിലെത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത്. കേസെടുത്തപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും കുറ്റം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായെത്തി. അറസ്റ്റ് ചെയ്ത സ്ത്രീകളെയെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2012 അക്കു യാദവിന്റെ അനന്തരവൻ അമർ യാദവിനെയും ചിലർ കൊലപ്പെടുത്തി. അക്കു യാദവിന്റെ സമാനതകളില്ലാത്ത ക്രൂരതകളും കസ്തൂർബ നഗറിലെ ധീരവനിതകളുടെ കഥയും ഇന്ത്യൻ പ്രെഡേറ്റർ മർഡർ ഇൻ എ കോർട്ട് റൂം എന്ന പേരിൽ പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ സീരീസായി. 40-ലധികം സ്ത്രീകളെ അക്കു യാദവ് ബലാത്സംഗത്തിന് ഇരകളാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. 3 പേരെ കൊലപ്പെടുത്തിയതായാണ് പോലീസ് റെക്കോർഡുകളിലെങ്കിലും അക്കുവിന്റെ ഇരകൾ അതിലേറെ വരുമെന്നാണ് സൂചന. ആണഹന്തയുമായി പെണ്ണിനെ പിച്ചു ചീന്താനെത്തുന്നവർക്ക് അക്കു യാദവിന്റെ ജീവിതം വലിയൊരു മുന്നറിയിപ്പാണ്. KSRTC ബസ്സിൽ നടൻ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും. തിരുവനന്തപുരം കുട്ടിൽപ്പാലം KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് പ്രതിഷേധമുണ്ടായത്. പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി ആർ ശേഖറാണ് ബസ്സിനുള്ളിൽ ആദ്യം പ്രതിഷേധം അറിയിച്ചത്. പിന്നാലെ ഭൂരിഭാഗം യാത്രക്കാരും തന്നെ അനുകൂലിച്ചുവെന്നും
തുടർന്ന് കണ്ടക്ടർക്ക് സിനിമ നിർത്തേണ്ടി വന്നെന്നും യാത്രക്കാർ പറയുന്നു. അതേസമയം യാത്രക്കാരിൽ ചിലർ ദിലീപിന് അനുകൂലമായ നിലപാടെടുത്തു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.